നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടുത്തയാഴ്ച ഇഡി ചോദ്യം ചെയ്യും. പ്രതികൾ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ ചടുലമായ നീക്കം. ഹൈക്കോടതിയിലൂടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിന്റെ പുരോഗതിയുടെ ഫലമായാണ് ഓരോരുത്തരായി ജയിൽ മോചിതരാകുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വൈകാതെ പുറത്തിറങ്ങുമെന്ന് ഇഡി കരുതുന്നു. അതോടെ ശബരിമല കൊള്ള കേസ് പൂർണ്ണമായി നാമാവിശേഷമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനമെടുത്തത് ഇന്നലെയാണ്. അടുത്തയാഴ്ച മുതൽ ഇഡി കൊച്ചി ഓഫീസിൽ പ്രതികളായവരുടെയും പ്രതികളാക്കാൻ സാധ്യതയുള്ളവരുടെയും ചോദ്യം ചെയ്യലുകൾ തുടങ്ങും. കേസുമായി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസുകൾ അയച്ചു തുടങ്ങി. ജയിൽ മോചിതനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനുൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജനുവരി 20-ന് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകളും 20 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്കിടെ ഇഡി സംഘം അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് ഫെബ്രുവരി ആദ്യവാരം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ചിലർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരെയും വിശദീകരണം നൽകാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ജയിലിലാണെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട ഉന്നത അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കും. കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെയും ഇഡി ചോദ്യം ചെയ്യൽ സാധ്യതയുണ്ട്. ഇഡി റെയ്ഡിന് പിന്നാലെ തന്നെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചിരുന്നു. റെയ്ഡിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടിയും പിടിച്ചെടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളി കേസിൽ ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 90 ദിവസം ഫെബ്രുവരി ആദ്യവാരം പൂർത്തിയാകും. കുറ്റപത്രം സമർപ്പിക്കാത്തതിന് സ്വാഭാവിക ജാമ്യം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാതെ പോറ്റിക്ക് നേരിട്ട് സമൻസ് നൽകാനാണ് ഇഡി ആലോചിക്കുന്നത്. ജയിൽ മോചിതനാകാൻ കാത്തിരിക്കാനാണ് തീരുമാനം. സമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയവർ നിലവിൽ ജയിലിലാണ്. ഇവരെയും ചോദ്യം ചെയ്യാനായി കോടതിയെ സമീപിക്കേണ്ടതുണ്ടോ എന്ന ആലോചനയും നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് എന്നിവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം കിട്ടി. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിതാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പക്കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. അറസ്റ്റിലായി 43-ാം ദിവസമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. ദ്വാരപാലക ശില്പപാളികൾ കടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ശ്രീകുമാർ ജോലിയിൽ പ്രവേശിച്ചതെന്നും കേസിന് ആസ്പദമായ രേഖയിൽ ഒപ്പുവെച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണെന്നുമുള്ള പ്രതിഭാഗവാദം കണക്കിലെടുത്താണ് ജാമ്യം. കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലായിരിക്കുമ്പോൾ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് പിന്നാലെ ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ജയിൽ മോചിതനാകുന്ന രണ്ടാമത്തെ ആളാണ് ശ്രീകുമാർ. അതേസമയം ശബരിമല കേസിലെ മറ്റൊരു പ്രതി KP ശങ്കർദാസിന്റെ ജുഡീഷ്യൽ റിമാൻഡ് 14 ദിവസത്തേക്ക് ദീർഘിപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വീൽ ചെയറിലാണ് ശങ്കർദാസിനെ കോടതിയിൽ ഹാജരാക്കിയത്. ശബരിമലയിൽ വിവാദ സ്വർണ്ണക്കടത്ത് നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കർദാസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ഇഡിക്ക് നിയമോപദേശം ലഭിച്ചു. സാക്ഷികൾക്കുള്ള സമൻസ് ആയിരിക്കും കടകംപള്ളിക്കും നൽകുന്നത്. മറ്റുള്ളവരുടെ വിവരങ്ങളും ഇഡി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ അവസരം ലഭിച്ചാൽ അതിനുശേഷം അവർക്ക് സമൻസ് നൽകാനാണ് ഇഡിയുടെ നീക്കം. കേസിൽ അറസ്റ്റിലായ പ്രതി മുരാരി ബാബു ജാമ്യത്തിലിറങ്ങിയതിനാൽ ബാബുവിനും സമൻസ് അയച്ചു. ഫെബ്രുവരി ആദ്യയാഴ്ച ഹാജരാവാനാണ് നിർദ്ദേശം. കൃത്യമായ ദിവസവും സമയവും ഇഡി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലെ താരം കടകംപള്ളിയാണ്. അതിനാൽ അതീവ രഹസ്യമാണ് ചോദ്യം ചെയ്യൽ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായതിനാൽ കടകംപള്ളിക്കെതിരായ ഏതു നീക്കവും CPM-ന് ദോഷം ചെയ്യും. അതുതന്നെയാണ് പാർട്ടിയെ അലട്ടുന്നതെന്നും താൻ കൊള്ളയടിച്ചിട്ടില്ല എന്ന കടകംപള്ളി ആവർത്തിക്കുമ്പോഴും അക്കാര്യം CPM പൂർണ്ണമായി മുഖവിലക്കെടുത്തിട്ടുമില്ല. കടകംപള്ളിയുടെ കൈകൾ ശുദ്ധമാണെന്ന് പാർട്ടി കരുതുന്നുമില്ല. കടകംപള്ളിയെ വെറുതെ വിടാൻ പക്ഷേ പാർട്ടി തയ്യാറല്ല. കടകംപള്ളിക്ക് വന്നുചേരുന്ന ഓരോ അപകടവും CPM-ന് സംഭവിക്കുന്നതാണെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ MLA-യുമായ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തതിന് കാരണവും ഇതുതന്നെയാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ കടകംപള്ളിക്കും എതിരെ നടപടിയെടുക്കേണ്ടി വരുമായിരുന്നു
സാഹചര്യമായിരുന്നു. അത്തരമൊരു സാഹചര്യം സംജാതമാകാൻ CPM താല്പര്യപ്പെടുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്നും അന്വേഷണത്തിന്റെ ചുക്കാൻ ED ഏറ്റെടുത്തതോടുകൂടി കടകംപള്ളിക്ക് അപകടം സംഭവിക്കുമെന്ന് CPM-ന് നന്നായി അറിയാമായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപ് ശബരിമലയിലെ മുഴുവൻ പ്രതികളെയും ജയിൽ മോചിതരാക്കാൻ CPM ആഗ്രഹിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമേ ആകാതിരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പാർട്ടിക്കുണ്ടാക്കിയ തട്ടുകേട് ചെറുതൊന്നുമല്ല. അതിനാൽ മാർച്ചിന് മുൻപ് ശബരിമല കൊള്ള തേച്ചുമായ്ച്ചു കളയാനാണ് ശ്രമം. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ED കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ED പിടിമുറുക്കിയതിന് പിന്നാലെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് പോയതെന്നും കടകംപള്ളി പറഞ്ഞു. ഇക്കാര്യം SITയെ അറിയിച്ചിട്ടുണ്ട്. പോറ്റിയുടെ പക്കൽ നിന്നും ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ചിത്രത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയായിരുന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പോറ്റിയുടെ അയൽവാസിയായ വിക്രമൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനൊപ്പം പ്രമുഖരായ പലർക്കും സമ്മാനങ്ങളും മറ്റും നൽകിയിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയും പുറത്തുവന്നു. വിവിധ ഘട്ടങ്ങളിൽ പലരെയും കണ്ടപ്പോഴാണ് സമ്മാനങ്ങൾ നൽകിയതെന്നാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പോറ്റി സന്ദർശിച്ചവരുടെ പട്ടിക ED ശേഖരിച്ചു കഴിഞ്ഞു. 2016-ൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമല ഉത്സവകാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കണ്ടിട്ടുണ്ടെന്ന് കടകംപള്ളി പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ വിളിച്ച് കാരേറ്റുള്ള വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെയാണ് പോറ്റിയുടെ വീട്ടിൽ എത്തിയത് എന്ന ഉള്ള വിശദീകരണം ഒക്കെ തന്നെ നമ്മൾ കേട്ട് തഴമ്പിച്ചതാണ്. ഏതായാലും ഈ ജയിൽ മോചിതരാകുന്ന പ്രതികളെ പിന്നീട് യാതൊരു തരത്തിലും നിയമത്തിന് മുന്നിൽ എത്തിക്കാനാവില്ല. കാരണം നിയമപരമായ കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന സാങ്കേതികമായ താമസം പ്രതികളെ ഒരു വലിയൊരു അളവ് വരെ സഹായിക്കും. അതിനാൽ ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് പ്രതികളെ പുറത്തെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിശ്വാസികളല്ലാത്തത് കൊണ്ട് തന്നെ പ്രതികളെ എന്തു തന്നെ ചെയ്താൽ സർക്കാരിന് ഒരു ചുക്കുമില്ല. ശബരിമല അയ്യപ്പന് എന്തിനാണ് സ്വർണം എന്നാണ് സഖാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നത്. സ്വർണം കെട്ടത് വലിയ ഒരു അപരാധമായി സർക്കാരും CPM-ഉം കാണുന്നു പോലുമില്ല. ശബരിമലയിലെ സ്വർണം പൂശലിൽ തന്നെ അന്വേഷണ സംഘം സംശയം പ്രകടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ വിശ്വസ്തനായിരുന്നു വാസു. കമ്മീഷണറായിരുന്ന കാലത്തും പ്രസിഡന്റായിരുന്ന കാലത്തും വാസുവാണ് സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചത് വാസുവാണ്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയായിരുന്ന പല കാര്യങ്ങളും തീരുമാനിച്ചത് വാസുവാണ്. പത്മകുമാർ സർക്കാരുമായി പിണങ്ങി മാറി നിന്ന കാലത്തും വാസുവാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇതാണ് EDയുടെ സംശയം. സർക്കാർ അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് ED ഉറച്ചു വിശ്വസിച്ചിരുന്നു. കടകംപള്ളിയെയാണ് അവർ പ്രധാനമായും നോട്ടമിടുന്നത്. കടകംപള്ളിയെ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. CPM-ലേക്കാണ് EDയുടെ കണ്ണുകൾ എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് ശേഷം ശബരിമലയാണ് EDയുടെ കയ്യിലെത്തിയ ലോട്ടറി. അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് കേരളം.